ഹലോ. ഫ്രൈഡേ ഞാനൊരു ഡേ ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, ജനനായകൻ മൂവി കാണാനായിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൂവിയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. സോ ഞാൻ പെർത്തിലേക്ക് പോവുകയാണ്, യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പോവുക. കാറ് പാർക്ക് ചെയ്യുമ്പോൾ we need to have this transfer the car. $2 ഹോൾ ഡേ നമുക്ക് പാർക്ക് ചെയ്യാം. സോ യൂഷ്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വെയിലുണ്ട്, അതുപോലെ തന്നെ തണുപ്പുമുണ്ട്. എനിവേ, സോ ഇത് കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് ഫെയർ നമ്മൾ എടുക്കുന്നതാണ് $2. അപ്പോൾ ഞാൻ എപ്പോഴും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് കാർ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് ട്രെയിനിലാണ് പോകുന്നത്. നമുക്ക് കുറേ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, പക്ഷേ നടക്കുന്നത് വേറെ ഒന്ന്. അങ്ങനെയാണല്ലോ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫിലിം കാണാനായിരുന്നു ഡേ ഓഫ് എടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിലിം പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് മോർ ദാൻ 1 hour ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയായിരുന്നു. എൻ്റെ ഫ്രണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ഒരു ബ്രെഡ് വാങ്ങി കഴിച്ചായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതാണ് സ്റ്റുഡൻറ്റ് ഹബ്ബ്. നമുക്ക് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ഇവിടെയാണ് സ്റ്റുഡൻസ് വന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ആളുകളെ മീറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോനും. അങ്ങനെ ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. മോന് ന്യൂഡിൽസ് വേണം എന്നായിരുന്നു അവൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോനെ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളപ്പോൾ തന്നെ കമ്പനിയായി ആൻഡ് വി റിയലി എൻജോയ്. അങ്ങനെ കുറച്ച് നേരം ഒരു ഗെയിമൊക്കെ കളിച്ച് ഹി വാസ് ഹാപ്പി ആൻഡ് ഞാനും ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.